തിരുവോണ ദിവസം തൃശൂരിലെ ബാറിൽ രണ്ടുപേരെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച യുവാവിനെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് കോട്ടപ്പടി സ്വദേശി നിഷാബ്. 2 വർഷം മുൻപ് സഹോദരനുമായുണ്ടായ വാക്കുതർക്കമാണ് വൈരാഗ്യത്തിൽ കലാശിച്ചതെന്നും ഇതാണ് ആക്രമണത്തിന് കാരണമെന്നും പോലീസ് പ്രതിയെ റിമാൻഡ് ചെയ്തു. ചിത്രകാരൻ ബാബു പടിയത്തിന്റെ ചിത്രപ്രദർശനം നാളെ ആരംഭിക്കുമെന്ന് സംഘാടകർ മലപ്പുറത്ത് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. പുരോഗമന കലാസാഹിത്യ സംഘം പൊന്നാനി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലാഞ്ചി എന്ന പേരിലാണ് ചിത്രപ്രദർശനം. കളരിപ്പയറ്റ് അസോസിയേഷന്റെ ഏകാധിപത്യം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള പയറ്റ് കളരി മർമ്മ ചികിത്സാ അസോസിയേഷൻ മുഴുവൻ കളരി ഗുരുക്കന്മാർക്കും സ്പോർട്സ് കൗൺസിൽ അംഗത്വം നൽകണമെന്നും കേരള പയറ്റ് കളരി മർമ്മ ചികിത്സാ അസോസിയേഷൻ ഭാരവാഹികൾ മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഈ മാസം 20-ന് തിരുവനന്തപുരത്ത് കളരിപ്പയറ്റ് സംരക്ഷണ മഹാസമിതി പ്രതിഷേധ കളരിപ്പയറ്റ് പ്രദർശനവും പ്രതിഷേധ റാലിയും സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ വിദ്വേഷ പരാമർശങ്ങളിൽ പോലീസിൽ പരാതി നൽകി കോൺഗ്രസ്. പരാതി ബിജെപി നേതാവ് തർവീന്ദർ സിംഗ്, ശിവസേന ഷിൻഡെ വിഭാഗം MLA സഞ്ജയ് ഗേക്വാദ്, റെയിൽവേ സഹമന്ത്രി രവനീത് ബിട്ടു, UP മന്ത്രി രഘുരാജ് സിംഗ് എന്നിവർക്കെതിരെ നേതാക്കളുടെ ഭീഷണികൾ രാഹുൽ ഗാന്ധിയെ വധിക്കണമെന്നും ദേഹോപദ്രവം ഏൽപ്പിക്കണമെന്നും ഉദ്ദേശിച്ചെന്ന് കോൺഗ്രസ്. കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാനപാത പ്രസ് ക്ലബ് ജംഗ്ഷൻ മുതൽ ചന്ദ്രഗിരി പാലം വരെയുള്ള വാഹന ഗതാഗതത്തിന് നിരോധനം ഏർപ്പെടുത്തി. സെപ്റ്റംബർ 19 മുതൽ 28 വരെയാണ് നിരോധനം. നിയന്ത്രണം ഏർപ്പെടുത്തിയത് റോഡ് നവീകരണ പ്രവൃത്തികൾ നടക്കുന്നത് മൂലം. ഈ ദിവസങ്ങളിൽ ഈ വഴിയുള്ള വാഹനങ്ങൾ ദേശീയപാത വഴി കടന്നുപോകണം. ദീർഘകാലം എറണാകുളം പ്രസ് ക്ലബിന്റെ ഓഫീസ് അസിസ്റ്റന്റായിരുന്ന ജേക്കബ് പോൾ അന്തരിച്ചു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് സെമിത്തേരിമുക്ക് സെന്റ് മേരീസ് ബസലിക്കയിൽ. എറണാകുളം മാർക്കറ്റ് റോഡിലുള്ള വസതിയിൽ പൊതുദർശനം. തൃശൂർ ദേശീയപാത 66 മതിലകം പുതിയകാവ് വളവിൽ ചരക്ക് ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. ലോറി ഡ്രൈവർ വയനാട് സ്വദേശി വിജേഷിന് ഗുരുതരമായി പരിക്കേറ്റു. തേയിലയുമായി പോയിരുന്ന ലോറി വളവ് തിരിയുന്നതിനിടെ നിയന്ത്രണം വിട്ട് ഇലക്ട്രിസിറ്റി പോസ്റ്റും ഇടിച്ചു തകർത്താണ് മറിഞ്ഞത്. സമീപത്തെ 2 കടകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചുകൊന്ന കാറിന് ഇൻഷുറൻസ് ഇല്ലായിരുന്നു എന്ന് കണ്ടെത്തി. അപകടശേഷം ഇൻഷുറൻസ് പുതുക്കിയതോടെയാണ് വിവരം പുറത്തെത്തിയത്. ഈ മാസം 13-നാണ് ഇൻഷുറൻസ് കാലാവധി അവസാനിച്ചത്. കാറിന്റെ രജിസ്ട്രേഷൻ അജ്മലിന്റെ സുഹൃത്തിന്റെ മാതാവിന്റെ പേരിൽ. പ്രതി അജ്മലിന്റെ ലൈസൻസും റദ്ദാക്കും. തമിഴ്നാട്ടിൽ വീണ്ടും ഏറ്റുമുട്ടൽ കൊലപാതകം. കുപ്രസിദ്ധ ഗുണ്ട കാക്കത്തോപ്പ് ബാലാജി കൊല്ലപ്പെട്ടു. സംഭവം വ്യാസർപാടി ജീവ റെയിൽവേ സ്റ്റേഷന് സമീപം. കഞ്ചാവ് കടത്തുന്നതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയ്ക്കിടെ ബാലാജി പോലീസിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. തിരിച്ച് പോലീസ് നടത്തിയ വെടിവെപ്പിലാണ് മരണം. ആറന്മുള ഉത്രട്ടാതി വള്ളം കളിയോടനുബന്ധിച്ച് പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് പൊതു അവധി. മുഴുവൻ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് കളക്ടർ അറിയിച്ചു. പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല.